നിലവിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ ബെറ്ററാണ്, എല്ലാം ബെറ്ററാണ്. എന്നിരുന്നാലും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോഴും നമുക്കിവിടെ അവൈലബിൾ അല്ല. നമ്മൾ പ്രൈവറ്റിൽ എന്ത് വന്നു പബ്ലിക്കിൽ എന്ത് വന്നു എന്നതിലുപരി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഒരു അസുഖം വരാതെ നോക്കുക, നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ്. അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം, സ്വാഭാവികം. പക്ഷെ അസുഖം വരുത്തിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ആക്സസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. വിദേശത്തുള്ളതിനെക്കാട്ടിയും പേഷ്യൻസിന് ഡോക്ടറായിട്ടുള്ള ആക്സസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സർവീസുകൾ ഇവിടെ കൊടുന്ന് ഫ്ലഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗപ്പെടുത്തും. ചിലപ്പോൾ ആ പേഷ്യൻറ്റ് ബൈ ചാൻസ് ഡെത്തായി പോയിട്ടുണ്ടാവും, നമ്മൾ ആ പേഷ്യൻറ്റ് കാണും. നേരെ മറിച്ച് നമ്മളെ സംസ്ഥാനത്ത് ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് ചെറിയ ഇഷ്യൂസ് വരെ നമ്മൾ സമയാതീതമായിട്ട് കണ്ടെത്തും. ഒരു സ്റ്റേജ് 1 സ്റ്റേജ് 2 സി എ മോസ്റ്റ്ലി ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് പുറത്തുള്ള സ്റ്റേജിലാണെങ്കിൽ അതൊരു സ്റ്റേജ് 3 സ്റ്റേജ് 4 ആയിരിക്കും പ്രോബ്ലി ഐഡൻറ്റിഫൈ ചെയ്ത് പോകുന്നത്. ചെറിയൊരു അസുഖങ്ങൾക്കൊക്കെ നമ്മളെ പബ്ലിക് ഹെൽത്ത് സെക്ടർ മതി. അത്രയും സ്ട്രോങ് ഒരു ആരോഗ്യവകുപ്പാണ് നമുക്കുള്ളത്. ഇപ്പോൾ PHC മുതലങ്ങോട്ട് എല്ലാ FHC ആണെങ്കിലും CHC ആണെങ്കിലും അതിൻ്റെ മേലേക്ക് മെഡിക്കൽ കോളേജ് വരെ എല്ലാ സ്ഥലത്തും നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. നമസ്കാരം, നമുക്കൊപ്പം ഡോക്ടർ നഈം അഴീക്കൽ. ഈ എപ്പിസോഡിൽ നമ്മുടെ കുറച്ച് ആശങ്കകൾക്കുള്ള ഉത്തരം തേടുകയാണ്, പ്രധാനമായും കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച്. ഇപ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ വീക്ഷിച്ച് നോക്കുമ്പോൾ കേരളം ആരോഗ്യ മേഖലയിൽ ഒരു പടി മുന്നിലാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഹെൽത്ത് കെയർ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് കേരളത്തിനെ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ്റെ ചില ക്യൂരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നമ്മളിന്ന് തേടുകയാണ്. ഡോക്ടർ, ഇപ്പോൾ കുറേ പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഹെൽത്ത് കെയറിലായിട്ട്. അതിനെക്കുറിച്ച് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? ബെനിഫിറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അത് ഹ്യൂജ് ഫെസിലിറ്റീസും നമുക്ക് അതിൻ്റെ ബാക്കിൽ കാണാൻ പറ്റും. അപ്പോൾ നിലവിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ ബെറ്ററാണ്, എല്ലാം ബെറ്ററാണ്. എന്നിരുന്നാലും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോഴും നമുക്കിവിടെ അവൈലബിൾ അല്ല. ആ ട്രീറ്റ്മെൻറ്റ്സിന് പുറത്ത് പോകാൻ ആണ് പൊതുവെ ഇപ്പോൾ നമ്മൾ VIP സ്റ്റാറ്റസുള്ള ആൾക്കാരൊക്കെ പൊതുവെ പുറത്തു പോയി ചികിത്സ തേടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പുറത്ത് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് ഇവിടെ അവൈലബിൾ ആക്കുകയാണെങ്കിൽ ആ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ആ ട്രാവൽ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ആ ട്രീറ്റ്മെൻറ്റ് ഇവിടെ നിന്ന് എടുക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ നമുക്ക് അതിൽ കാണാം. അതിന് പുറമെ തന്നെ ഓരോ സ്പെസിഫിക് ഹോസ്പിറ്റൽസും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അവരുടെ ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയും നമുക്കതിൽ കാണാം. പിന്നെ എത്രത്തോളം മറ്റുള്ളവർക്ക് അവൈലബിൾ ആവുമെന്നുള്ളതിനെ പറ്റി നമ്മൾ നോക്കണം. എന്നിരുന്നാലും നമുക്കിതിൽ മെയിനായിട്ട് 2 കാര്യമാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒന്ന്, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. 2, ക്വാണ്ടിറ്റി, അതായത് എത്രത്തോളം അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് സാധനങ്ങൾ ഇവിടെ വരും എന്നുള്ളതും നമ്മൾ ഇതിന് നോക്കിക്കാണും. ഡോക്ടർ, ഒരു സാധാരണക്കാരൻ ഇത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? സാധാരണക്കാരൻ്റെ കാര്യം അതൊരു ഹ്യൂജ് കൺസേൺ ആണ്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് പുറത്തുനിന്ന് വരുന്ന സാധനമാണ്. ഫോറിൻ സാധനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോസ്റ്റും കൂടും. കോസ്റ്റ് ഒരിക്കലും കുറയില്ല, കോസ്റ്റ് കൂടാനേ സാധ്യതയുള്ളൂ. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് കേസാണെങ്കിലും ക്വാളിറ്റി ഓഫ് കെയർ ആണെങ്കിലും നമ്മളൊരു ഒരു ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവരുടെ സർവീസ് കോസ്റ്റും സ്വാഭാവികമായിട്ടും ഹൈ ആയിരിക്കും. അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കിത് സബ്സിഡൈസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും സംവിധാനത്തിലൂടെ ഒരു കോമൺ ആൾക്കാർക്കും കൂടി ഇത് അവൈലബിൾ ആക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിൽ നമുക്ക് ഇത് കണ്ടിട്ട് ഇതിൽ പെട്ട എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയും നോക്കുകയാണെങ്കിൽ പബ്ലിക് സെക്ടറിലും നല്ലൊരു ഇപ്പോൾ ഉള്ളത് നല്ലതല്ല എന്നല്ല, ഇതിനെക്കാട്ടി ഒരു പടി മുന്നിലേക്ക് നമുക്ക് നീങ്ങാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഈ സാധാരണക്കാരനൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഇൻ ദ ഫോം ഓഫ് കോസ്റ്റ് വരുമ്പോൾ. അപ്പോൾ അത് എങ്ങനെ നമുക്കത് മുന്നേറാൻ പറ്റും? ഇതിലിപ്പം നമ്മൾ സാധാരണക്കാരനായാലും സാധാരണ റിച്ചായുള്ള ഒരാളാണെങ്കിലും ഇന്നലുപരി ഇതിനെ നമ്മളെങ്ങനെ നോക്കിക്കാണും എന്നുള്ളതാണ്. ഒരു അസുഖം വന്നാൽ മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോകേണ്ട ആവശ്യമുള്ളൂ ആരാണെങ്കിലും. അപ്പോൾ നമ്മൾ പ്രൈവറ്റിൽ എന്ത് വന്നു പബ്ലിക്കിൽ എന്ത് വന്നു എന്നതിലുപരി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഒരു അസുഖം വരാതെ നോക്കുക, നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ്. അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം, സ്വാഭാവികം. പക്ഷെ അസുഖം വരുത്തിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് കാര്യങ്ങൾ
ഈ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക, വെള്ളം നല്ലോണം കുടിക്കുക, ആ ബിഹേവിയറൽ ചേഞ്ചസ് ഇപ്പോഴത്തെ ജനറേഷൻസിന് പൊതുവെ കുറവാണ്. അങ്ങനത്തെ കാര്യങ്ങൾ അവരൊന്നും കൂടി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുക, കാര്യങ്ങൾ പറയാം. ഡോക്ടർ, അപ്പോൾ ഇവിടെയുള്ള ചികിത്സാ രീതിയും വിദേശത്തുള്ള ചികിത്സാ രീതിയിലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത്? ഇവിടെയുള്ളത് എന്ത് കണ്ടിട്ടാണ് അവർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുകൊണ്ട് വന്നുള്ളത് നടക്കട്ടെ. ബേസിക്കലി നമുക്ക് ഈ ചികിത്സാ രീതി ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ GCCയിലായാലും അല്ലെങ്കിൽ അമേരിക്ക അങ്ങനത്തെ യൂറോപ്യൻ കൺട്രീസിലായാലും നമ്മളൊരു അസുഖം വന്നാൽ നമ്മളത് ചികിത്സിക്കാൻ പോകുമ്പം അവർക്കൊരു പ്രോട്ടോക്കോളുണ്ട്. ഒരു പേഷ്യൻ്റ് ഒരു GPനെ കാണണം. GP റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ ഒരു സ്പെഷ്യാലിറ്റി റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ സൂപ്പർ സ്പെഷ്യാലിറ്റി. ഇതാണ് അവിടുത്തെ സിസ്റ്റം. നേരെ മറിച്ച് നമ്മൾ ഇവിടെയുള്ള സിസ്റ്റം എങ്ങനെയാ വെച്ചാൽ നമുക്ക് എല്ലാം ആക്സസിബിളാണ്. ഒരു ചെറിയ പനിക്ക് വരെ നമ്മൾ ഫിസിഷ്യൻ അല്ലെങ്കിൽ അതിൻ്റെ മേലെ പൾമോ അങ്ങനെയൊക്കെ നമ്മൾ പോയി കാണിക്കും. ഇനിയിപ്പം ചെറിയൊരു ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ നേരെ കാർഡിയോ, ഒരു നരമ്പ് വേദന ഉണ്ടെങ്കിൽ നേരെ ന്യൂറോ, ഒരു മൂത്രത്തിൽ ഇപ്പം നമ്മൾ കിഡ്നിൻ്റെ കാര്യം പറഞ്ഞാൽ നേരെ യൂറോ, നെഫ്രോ, ഇങ്ങനെ നേരിട്ട് പോവുകയാണ്. അതുപോലെയല്ല GCCയിലും മറ്റുള്ളിടത്തുള്ള സംവിധാനം. അവിടെ എങ്ങനെയാ വെച്ചാൽ അവിടെ അവർ ത്രൂ പ്രോപ്പർ ചാനൽ എന്ന് പറയണം, ത്രൂ ഈ ചാനലിലൂടെ മാത്രമേ പോവുള്ളൂ. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരു വിദേശ രാജ്യം നമ്മളെ നോക്കി കാണുമ്പം ഇന്ത്യ ഈസ് എ ഫ്ലറിഷിങ് മാർക്കറ്റ്, പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ സെക്ടറിൽ അങ്ങനെ തന്നെ പറയണം. കാരണം എന്താ വെച്ചാൽ ആക്സസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. വിദേശത്തുള്ളതിനെക്കാട്ടിയും പേഷ്യൻസിന് ഡോക്ടറായിട്ടുള്ള ആക്സസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സർവീസുകൾ ഇവിടെ കൊടുന്ന് ഫ്ലഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗപ്പെടുത്തും. ഇപ്പം അവിടെ ഒരു പേഷ്യൻറ്റ് ഒരു ത്രൂ പോയി കഴിഞ്ഞ് ഒരു MRIക്ക് എത്തുന്ന സമയം കൊണ്ട് ഇവിടെ ഒരു 15-20 പേഷ്യൻ്റ് MRIയിലേക്ക് എത്തിയിട്ടുണ്ടാവും. MRI ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഇപ്പം കോർപ്പറേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു MRI ചിലവാകുന്നിടത്ത് ഇവിടെ 10-20 MRI ചിലവാകും. സ്വാഭാവികമായിട്ട് തന്നെ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ്, എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെ കേസും ഇതാണ്. അതുകൊണ്ടാണ് ഇവിടെ കോർപ്പറേറ്റ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം. കോർപ്പറേറ്റ് കമ്പനി, ഈ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒന്നും ഹെൽത്ത് കെയർ കമ്പനീസ് അല്ല, ഒരു മേജർ ഫിനാൻഷ്യൽ കമ്പനീസാണ്. പണം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരെ ഉദ്ദേശം, അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം അവർ ജനറേറ്റ് ചെയ്യുക എന്നുള്ള അവർ കാണുന്ന മാർക്കറ്റ് ഇതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റേറ്റിൽ അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇതിൽ മെയിൻ വിഷയം എന്താ വെച്ചാൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യണതെല്ലാം ഹയർ ടെക്കാണ്. ഹയർ ടെക്ക് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽസിനും കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത്. നമുക്കൊരു പനി, ജലദോഷം അല്ലെങ്കിൽ ചെറിയ വിഷയങ്ങൾക്കൊന്നും നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി ഡിപ്പെൻഡ് ചെയ്യില്ല. നമ്മൾ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പൊതുവെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പോൾ ചെറിയ ക്ലിനിക്കുകൾ അല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റൽസ്, ഹെൽത്ത് സെൻറ്റേഴ്സിനൊന്നും ശരിക്കും ഇത് പ്രശ്നം എന്താ പറയുക, ഇതിനെ ബുദ്ധിമുട്ടാക്കുകയൊന്നുമില്ല. എന്നിരുന്നാലും അത് നമ്മളെ മെൻറ്റാലിറ്റിക്ക് അനുസരിച്ചാണ്. ഇഫ് യു വാണ്ട് എ ഗുഡ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്വാഭാവികമായും ഷിഫ്റ്റ് ചെയ്യും. ചെറിയ ഹോസ്പിറ്റലിൽ ഇത് അവൈലബിൾ അല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് പോകും. പക്ഷേ ആസ് സച്ച് ഇവർ വരുന്നതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളം എന്ന് പറയുന്ന ഒരു ഹെൽത്ത് കെയറിൻ്റെ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നു, ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ ഏറ്റവും മുന്നേറി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസ് ആയിക്കോട്ടെ, കിഡ്നി ഫെയിലിയേഴ്സ് ആയിക്കോട്ടെ, ഹാർട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അത് കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? കോൺട്രഡിക്ഷൻ ആണെന്ന് വെച്ചാൽ കോൺട്രഡിക്ഷൻ ഒന്നുമില്ല. ഇതിലെ മെയിൻ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മളെ സംസ്ഥാനത്ത് കേരളീസ് പൊതുവെ ഹെൽത്ത് കോൺഷ്യസ് ആണ്, ഹെൽത്ത് ഓവർ കോൺഷ്യസ് ആണെന്ന് വേണമെങ്കിലും പറയാം. ഇത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് എല്ലാം, ഇന്ന അസുഖമുള്ള ആൾ കൂടുതൽ എന്നുള്ള പാരാമീറ്റേഴ്സ് എല്ലാം ഇത് ഫ്ലാഗ് ചെയ്ത് കാണുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. മറ്റുള്ള സ്ഥലത്തുള്ളതിനെക്കാട്ടിയും ഫ്ലാഗിങ് ഇവിടെ കൂടുതലാണ്. ഫ്ലാഗിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോവുക, കാണിക്കുക, ഡയഗ്നോസ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, ഇന്ന സാധനമാണെന്ന് കിട്ടും. പുറമേയുള്ള സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഞാൻ ഒറീസയിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് സ്റ്റേജ് ഡിസീസ് ആകുമ്പോഴാണ് പൊതുവെ ടെർഷ്യറി കെയർ സെൻറ്ററിലേക്ക് ഒരു പേഷ്യൻറ്റ് വരിക. മാത്രമല്ല ടെർഷ്യറി കെയർ സെൻറ്ററിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. എന്നാലും ഇപ്പോൾ ഒക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. ഇതൊരു 10 വർഷം മുന്നത്തെ കേസാണ്. അപ്പോൾ ഫ്ലാഗ് ചെയ്ത് വരുന്ന പേഷ്യൻസ് കുറവാണ്. നമുക്ക് ചിലപ്പോൾ അവിടെ പേഷ്യൻ്റ് ഉണ്ടാവാം, പേഷ്യൻ്റ് ഉണ്ടാവാതിരിക്കാം. സിഗ്നൽ ചെയ്ത് നമുക്ക് ആളെ കിട്ടില്ല. അതായത് ഇപ്പോൾ ഒരു ചെയ്യാനുള്ള പേഷ്യൻ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് വരുമ്പോഴത്തേന് ചിലപ്പോൾ ആ പേഷ്യൻറ്റ് ബൈ ചാൻസ് ഡെത്തായി പോയിട്ടുണ്ടാവും. നമ്മൾ ആ പേഷ്യൻ്റ് കാണും. നേരെ മറിച്ച് നമ്മളെ സംസ്ഥാനത്ത് ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് ചെറിയ ഇഷ്യൂസ് വരെ നമ്മൾ സമയാതീതമായിട്ട് കണ്ടെത്തും. ഒരു സ്റ്റേജ് 1, സ്റ്റേജ് 2 CA മോസ്റ്റ്ലി ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് പുറത്തുള്ള സ്റ്റേജിലാണെങ്കിൽ അതൊരു സ്റ്റേജ് 3, സ്റ്റേജ് 4 ആയിരിക്കും പ്രോബ്ലി ഐഡൻറ്റിഫൈ ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ
കൂടുതൽ ഡിസീസ് ഉണ്ട് എന്ന് പറയുന്നത്. കൂടുതൽ ഡിസീസ് ഉള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മളെ ഹെൽത്ത് സെക്ടർ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഡിസീസ് ഉള്ളവരായിട്ട് പുറമെ കാണപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയറിനെ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെ ഈ സിനാരിയോയിൽ നമ്മളെ പൊതുവേ നമുക്കൊരു ധാരണ ഉണ്ട്, നമുക്ക് അസുഖം വന്നാൽ ഉടനെ ഒരു ഡോക്ടറെ കാണാൻ പറ്റും, ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലാവിഷ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് പൊതുവേ നമ്മളെ കേരളീസ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒന്നും വേണ്ട, നമ്മളിപ്പം ഫുഡ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിലും മറ്റുള്ള സെക്ടറിലേക്കൊക്കെ നോക്കുകയാണെങ്കിലും ഒന്നിനോടൊരു കോൺഷ്യസ്നെസ് ഇല്ല. നമ്മൾ കഴിക്കണ ഭക്ഷണത്തിനോടും ചെയ്യുന്ന ജോലിനോടും അല്ലെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈലിനോടൊന്നും പ്രത്യേകിച്ച് ഒരു കോൺഷ്യസ് ഇല്ല. ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഏറ്റവും പ്രോസസ്ഡ് ഫുഡ്സും നമ്മൾ കഴിക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, ഹെൽത്ത് സെൻ്ററിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും സപ്ലൈ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഡിമാൻഡ് കുറവാണ്. അതാണ് നമ്മളിവിടുത്തെ അവസ്ഥ. ഇതിൻ്റെയൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് നമ്മൾ കാണുന്നത് ആക്സസിബിലിറ്റി അത്രയും കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരു അസുഖം വന്നാലും കുറച്ച് മരുന്നൊക്കെ കുടിച്ചാൽ ഈ അസുഖമൊക്കെ മാറും എന്നുള്ളൊരു മെൻറ്റാലിറ്റി പൊതുവേ കേരളീസിനുണ്ട്. തെറ്റൊന്നുമല്ല, പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ ഒരിക്കലും അതിനെ പ്രിവെൻറ്റീവ് മെഷേഴ്സിലേക്ക് ഒരുപാട് പോകുന്നില്ല. പ്രിവെൻറ്റീവ് മെഷേഴ്സ് വളരെ കെയർലെസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വിദേശ കമ്പനികൾ വരികയാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ നമ്മൾ പ്രിവെൻറ്റീവ് മെഡിസിനിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെറ്ററായി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം മലയാളികൾ ഹെൽത്ത് കോൺഷ്യസ് ആണ്, കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആണ് എന്നാണ് ഡോക്ടർ പറയുന്നത്? ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ. കാരണം നമുക്ക് കേരളത്തിൽ അത്രയും ഹെൽത്ത് ഫെസിലിറ്റീസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്നൊരു പനി വന്നാൽ ഇന്ന് ഡോക്ടറെ കാണിച്ച് നാളെ ആകുമ്പോൾ പനി മാറുന്നുള്ള സ്റ്റേറ്റാണ് നമുക്കുള്ളത്. ആ ഒരു മെൻറ്റാലിറ്റിയാണുള്ളത്. ഒക്കെ വന്നാൽ അപ്പോൾ തന്നെ പോയി കാണിക്കാം, മരുന്ന് വാങ്ങാം, കുടിക്കാം, മാറും എന്നുള്ള രീതി. പക്ഷേ നമ്മളൊരു വിദേശ രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു പനിച്ച് 5 വട്ടം പോയാലും പാരസെറ്റമോൾ മാത്രം കൊടുത്ത് ഒരു ആൻറ്റിബയോട്ടിക് പോലും കൊടുക്കാത്തൊരവസ്ഥയുണ്ട്. പിന്നെ ഒരു ഫിസിഷ്യനെ കാണിച്ച് ഒരു ആൻറ്റിബയോട്ടിക് എടുത്ത് അതിൽ മാറിയില്ലെങ്കിൽ ബ്ലഡ് വർക്കപ്പ് ചെയ്ത് കാര്യങ്ങൾ ആ ഒരു ട്രാക്കിലാണ് പോവുക. ഇവിടെ എന്ന് പറഞ്ഞാൽ പനി വന്ന് കാണിക്കുന്നു, ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്യുന്നു, പോകുന്നു. ഇത്ര ലിബറൽ ആയിട്ടുള്ളൊരു സിസ്റ്റം നമുക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് മലയാളിക്ക് പൊതുവെ കോൺഫിഡൻസ് കൂടുതലാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇന്ന് എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മളെ ആൾക്കാർക്കുണ്ട്. നേരെ മറിച്ച് പുറത്തുള്ള ഒരാൾക്ക് ഇന്ന് വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ഇതിൻ്റെ ഒരു എൻഡ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു മാസങ്ങളോളം അവർ കറങ്ങി തിരിഞ്ഞ് വരേണ്ടി വരും. സർ, ഈ വിദേശ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെ വളരെയധികമായിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലാണ്. പക്ഷേ നമ്മുടെ മലയാളികൾ ആദ്യമേ തന്നെ ഒരു ഏർലി സ്റ്റേജിൽ ഡിസീസിന് ഏർലി സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ്ഡ് ആകുമ്പം ഇവിടെ ഉള്ള നോർമൽ പബ്ലിക് സെക്ടേഴ്സിൽ തന്നെ പോയാൽ ഇത് ശരിയാവില്ലേ? ഈ പറഞ്ഞ പോലെ പബ്ലിക് ഹെൽത്ത് സെക്ടറിലേക്ക് നമ്മൾ ഡിപ്പെൻഡ് ആവണം എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന അസുഖങ്ങൾ എത്രത്തോളം നമ്മൾ വരാതെ നോക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ്. ചെറിയൊരു അസുഖങ്ങൾക്കൊക്കെ നമ്മളെ പബ്ലിക് ഹെൽത്ത് സെക്ടർ മതി. അത്രയും സ്ട്രോങ് ഒരു ആരോഗ്യവകുപ്പാണ് നമുക്കുള്ളത്. ഇപ്പോൾ PHC മുതലങ്ങോട്ട് എല്ലാ FHC ആണെങ്കിലും CHC ആണെങ്കിലും അതിൻ്റെ മേലേക്ക് മെഡിക്കൽ കോളേജ് വരെ എല്ലാ സ്ഥലത്തും നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഞാൻ പുറമേ ഉള്ള ഇപ്പോൾ ഒറീസ പോലത്തെ സംസ്ഥാനത്ത് ചെയ്തു അവിടെ ഒന്നും ഈ ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ മുന്നിലാണ്. പിന്നെ ഈ ഹൈടെക് കമ്പനികളെല്ലാം വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഫീൽഡിൽ മാത്രമാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ പറ്റില്ല, അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഈ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരില്ല. എപ്പോഴാ വെച്ചാൽ റയറായിട്ട് അസുഖങ്ങൾ വന്നുകൂടാ ഇല്ല. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഒരു ടെർമിനൽ CA അല്ലെങ്കിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റിലേക്കൊക്കെ ഒരു പേഷ്യൻ്റ് എത്തിച്ചേരൽ പൊതുവെ ഒരു മറ്റുള്ള കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ പൊതുവേ നമ്മൾ മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ പുറമേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ചെയ്ത ഹോസ്പിറ്റൽസിനൊന്നും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവിടെ പോയി എടുക്കാം. നമ്മൾ ആ ഒരു സ്പെസിഫിക് ഏരിയയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അതിൻ്റെ കോസ്റ്റ് കൂടാനും കോസ്റ്റ് എഫക്റ്റീവ് സർവീസ് കൂടാനും സാധ്യത വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആകുന്ന സ്ഥിതിക്ക് നമുക്ക് അവയർനെസ് ഡെവലപ്പ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ ഈ ഹോസ്പിറ്റൽ വാസം ഒഴിവാക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ, പക്ഷേ ഇപ്പോൾ കീമോതെറാപ്പി പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ പബ്ലിക് സെക്ടേഴ്സിൽ അവൈലബിൾ. കീമോതെറാപ്പി പോലത്തെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് നമുക്ക് പബ്ലിക്കിൽ അവൈലബിൾ ആണ്. നമുക്കിവിടെ RCC ഉണ്ട്, മറ്റുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ക്യാൻസറിൻ്റെ സെക്ഷൻസ് വരുന്നുണ്ട്.
ഇതിന്നും പരിധി വിട്ടു പോകുന്ന ട്രീറ്റ്മെൻറ്റുകൾക്കാണ് പൊതുവേ നമുക്ക് പ്രൈവറ്റ് സെക്ടറിലേക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം. അതുപോലെ തന്നെ റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് ഡിസീസുകൾ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല, അത് നമ്മൾ പ്രൈവറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ട്രാൻസ്പ്ലാന്റ് കേസസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്പെഷ്യൽ ടൈപ്പ് ഓഫ് CA കേസസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൗകര്യങ്ങൾ നമുക്ക് പബ്ലിക് സെക്ടറിൽ അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രൈവറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഏറ്റവും വലിയ കൺസേൺ ആണല്ലോ. ക്യാൻസറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും ഒരു സ്റ്റേജ് 1 സ്റ്റേജ് 2 ഈ ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നോർമലി വരുന്ന കീമോ അല്ലെങ്കിൽ സർജറി, റേഡിയേഷൻ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്ക് വെച്ചിട്ടൊക്കെ ഒരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അതിൻ്റെ ഫോളോ അപ്പ് ചെയ്താൽ ഒരു പരിധി വരെ നമ്മളെ കൺട്രോളിൽ നിൽക്കും. ഇതിലൊന്നും കൺട്രോൾ ആവാത്ത സാധനങ്ങൾ മാത്രമേ നമുക്ക് പ്രൈവറ്റിൽ നിന്ന് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുള്ളൂ. പുറത്തുനിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. ക്യാൻസർ ആണെങ്കിലും മറ്റുള്ള കിഡ്നി രോഗങ്ങളോ ലിവർ രോഗങ്ങളോ ഏത് രോഗമാണെങ്കിലും ഏർലി ഡിറ്റക്ഷനാണ് എപ്പോഴും നമ്മളെ ട്രീറ്റ്മെൻറ്റിനെ തീരുമാനിക്കുന്നത്. പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ, പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്തൊരു കൺക്ലൂഷനിലെത്തുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിനനുസരിച്ച് ചെയ്തിട്ട് ആ ഡിസീസിനെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഡിറ്റക്ഷനും കാര്യങ്ങളും വൈകുന്തോറും ഇതിൻ്റെ സ്റ്റേജ് മാറിപ്പോവാനും അതാത് സ്റ്റേജുകളിലെത്തുമ്പം അതാത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അവസ്ഥയും വരും. അപ്പോൾ എപ്പോഴും ഒരു കോൺഷ്യസ് ആയിക്കൊണ്ടും പ്രിവെൻറ്റീവ് മെഷറിൽ പോവുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഡോക്ടർ, അപ്പോൾ ഒരു ഏർലി ഡയഗ്നോസിസും പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ മെഷേഴ്സും ഒത്തിരി എക്സ്പെൻസീവ് ആണോ? പ്രിവെൻറ്റീവ് മെഷേഴ്സ് പൊതുവേ എക്സ്പെൻസീവ് അല്ല. മെയിനായിട്ട് ഒന്ന് നമ്മൾ സ്വയമേ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതൊന്നും എക്സ്പെൻസീവിൽ പെടുന്നില്ല. വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ കഴിക്കണ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇതൊന്നും ചിലവുള്ള കേസല്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ കോൺഷ്യസ്നെസ് ഉണ്ടായാൽ മതി. മറ്റുള്ള ലാബ് വൈസ് ഡയഗ്നോസ്റ്റിക് വൈസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇപ്പോൾ അതിലൊരു എക്സ്പെൻസ് എന്ന് പറയാനുള്ളൂ. അതുതന്നെ ഇപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകളിൽ പല സ്ഥലങ്ങളിലും ടെസ്റ്റ് പാക്കേജുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തിലൊരിക്കൽ ഒരു എന്താ പറയുക പ്രിവെൻറ്റീവ് ചെക്കപ്പ് എടുക്കുക എന്നുള്ളത് അത്ര വലിയൊരു കോസ്റ്റുള്ള കാര്യമായിട്ടൊന്നും ഇപ്പോൾ തോന്നുന്നില്ല. പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒരിക്കലും എക്സ്പെൻസീവായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ പ്രിവെൻറ്റീവ് മെഷേഴ്സിൽ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ വെള്ളം, നമ്മുടെ വീടുകളിൽ വെള്ളമുണ്ട്, ഉറങ്ങാൻ നമ്മളെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നുണ്ട്, ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് വീട്ടിൽ നിന്നുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ നമുക്കറിയാം എന്താ കഴിക്കുന്നത്, എന്താണ് അതിൽ ചേർത്തത്, കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ ഒരു പാരാമീറ്റർ ഒന്നും എക്സ്പെൻസീവ് അല്ല. പിന്നെ ഇതിൽ എക്സ്പെൻസീവ് വരാതെ നമ്മൾ ചെയ്യുന്ന ചെക്കപ്പുകൾ, ടെസ്റ്റുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മൊഡാലിറ്റീസ് ലൈക്ക് ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റീസോ അല്ല സ്കാനോ എക്സ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ കോസ്റ്റ് വരുന്നുള്ളൂ. അതുതന്നെ ഇപ്പോൾ വർഷത്തിലൊരിക്കലൊരു കോസ്റ്റായിട്ട് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു കോസ്റ്റായിട്ട് തോന്നില്ല. അപ്പം ഒരു ഹെൽത്തി ആയി ഇരിക്കണ ഒരാൾക്ക് വർഷത്തിലൊരിക്കലേ എല്ലാ ചെക്കപ്പും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് ആ സമയത്ത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, എല്ലാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഈ ചെയ്യുന്നതും ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് ചെയ്യുന്നത് ബെറ്റർ ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. മറ്റുള്ള കാര്യങ്ങൾ എക്സ്പെൻസ് അല്ലാത്തതുകൊണ്ട് അതും ചെയ്തു പോവാം. വ്യായാമമായാലും ശരി, ഉറക്കമായാലും ശരി, വെള്ളം കുടിക്കുന്നതാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഡോക്ടർ, ഇപ്പം എല്ലാവരും പറയുന്നത്, നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ ജിമ്മിൽ പോയാലും ഒക്കെ പറയുന്നത് പ്രോട്ടീനാണ് ഏറ്റവും നല്ലതല്ല, ഏറ്റവും കൂടുതൽ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നു. പക്ഷേ അതേസമയം പ്രോട്ടീൻ പൗഡർ എടുക്കുമ്പോൾ കിഡ്നിക്ക് ഡാമേജ് വരുന്നതെന്നും പറയുന്നുണ്ട്. അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? കോൺട്രഡിക്ഷൻ ആണെന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ ഒരു പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ നമ്മളെ പ്രോട്ടീൻ്റെ കൺസംഷൻ ബേസിക്കലി നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ കൺസ്യൂം എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ. പ്രോട്ടീൻ പൗഡർ നിലവിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡറിൽ നല്ല ബ്രാൻഡഡ് നല്ല പ്രോട്ടീൻ പൗഡറും കിട്ടും, എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും കിട്ടും. നമ്മൾ ഇതിൻ്റെ പ്യൂരിറ്റി ഒരു പ്രശ്നമാണ്. ഈ ഉപയോഗിക്കുന്ന സാധനത്തിന് പ്യുവറായിട്ടുള്ള സാധനം, ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാതെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ് പൊതുവേ നല്ല നല്ല ബ്രാൻഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നത്. അത് നമ്മൾ കൺസ്യൂം ചെയ്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോട്ടീൻ പൗഡർ പൊതുവെ ഉപയോഗിക്കുക. നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു പ്രോട്ടീൻ്റെ അളവെന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു 1.2 ഗ്രാം പെർ ബോഡി വെയ്റ്റ് പ്രോട്ടീൻ, ഒരു 100 കിലോ ഉള്ള ആൾക്ക് ഒരു 120 ഗ്രാം പ്രോട്ടീൻ ബയോ അവൈലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ വേണം. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞിട്ട്, നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം ചിക്കൻ കഴിച്ചു, അതിനൊരു 25 ഗ്രാംസ് ഓഫ് പ്രോട്ടീനേ വരുള്ളൂ. അപ്പം നമുക്കൊരു 100 ഗ്രാം പ്രോട്ടീൻ കിട്ടണമെങ്കിൽ നമ്മൾ 1/2 കിലോ ചിക്കൻ കഴിക്കേണ്ടി വരും. അത് ഫിസിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇവിടെ നമുക്ക് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഗതിയാണ്. ഈ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവേ ജിമ്മിലൊക്കെ നമ്മൾ പ്രോട്ടീന്
കഴിക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പ്രോട്ടീൻ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ കൺസ്യൂം ചെയ്ത് എത്ര സമയം കഴിഞ്ഞിട്ട് അടുത്തൊരു എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ നല്ല ബോധവാന്മാരാവണം. ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നല്ല ബ്രാൻഡിൻ്റെ നല്ല സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കോസ്റ്റും ഉണ്ട്, വളരെ കോസ്റ്റ് കൂടുതലുമാണ്. അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രശ്നമില്ല. അല്ലാതെ നമുക്കൊരു എന്താ പറയുക ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കിഡ്നി ഡാമേജ് ആക്കിക്കൂടായും ഇല്ല. അത് നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ എന്തിനുപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, എത്രത്തോളം ഉപയോഗിക്കുന്നു, ഇതിനനുസരിച്ചാണ് പ്രോട്ടീൻ പൗഡറും കിഡ്നിയും തമ്മിലുള്ള ബാലൻസ്. സത്യം പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. അത് എത്ര അളവിൽ യൂസ് ചെയ്യുന്നുള്ളതും ശ്രദ്ധിക്കണം. 1 സ്കൂപ്പ്, 2 സ്കൂപ്പ്, 3 സ്കൂപ്പ്. നമ്മൾ ഒരുപാട് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് നല്ലതാണ്. വെള്ളത്തിൻ്റെ അതേപോലെ തന്നെയാണ്. നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണത് നല്ലതല്ല. സ്വാഭാവികമായിട്ട് ഒരുപാട് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നത് നല്ലതല്ല. ആവശ്യത്തിന് കൺസ്യൂം ചെയ്ത് നല്ലതുമാണ്. നമ്മളെ മസിൽ ബിൽഡ് ചെയ്യാനും റിക്കവർ ചെയ്യാനും മറ്റുള്ള ഫങ്ഷൻസിനൊക്കെ പ്രോട്ടീൻ ആവശ്യമുള്ള ഘടകങ്ങൾക്ക് ഈ പ്രോട്ടീൻ നല്ലതാണ്. അപ്പോൾ ഡോക്ടർ, മറ്റുള്ള സപ്ലിമെൻറ്റ്സ് ലൈക്ക് ക്രിയാറ്റിനൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ക്രിയാറ്റിനും നമ്മളെ ശരീരം പുറത്ത് വിടുന്നത് ക്രിയാറ്റിനുമാണ്. രണ്ടും 2 സാധനമാണ്. ക്രിയാറ്റിൻ എന്ന സാധനം ഒരു എനർജി സോഴ്സാണ്. എനർജീൻ്റെ ഒരു എന്താ പറയുക ബോംബ് പോലെയാണ് ഈ ക്രിയാറ്റിൻ. അതായത് നമ്മളത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സഡൻ സ്പെർട്ട് ഓഫ് എനർജി ഉണ്ടാവും. ജിമ്മിൽ ആക്ടിവിറ്റികൾ ചെയ്യാനും ആക്റ്റീവ് ആകാനും വേണ്ടിയിട്ടാണ് പൊതുവേ ക്രിയാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ക്രിയാറ്റിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ എല്ലാം ശരീരത്തിൽ ചെന്ന് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് വരുന്ന സാധനമാണ് ക്രിയാറ്റിനിൻ. അതാണ് വേസ്റ്റ് പ്രൊഡക്റ്റ്. നമ്മൾ കഴിക്കുന്ന സാധനം പുറത്ത് പോകുന്ന സാധനം ഒന്നല്ല. അതൊരു തെറ്റായ വിത്താണ്. പൊതുവെയുള്ള തെറ്റായ ധാരണയാണ്. നമ്മൾ കഴിക്കുന്നത് തന്നെ ഈ ക്രിയാറ്റിനാണ് നമ്മൾ കഴിക്കുന്നത്, ആ ക്രിയാറ്റിനാണ് പുറത്ത് പോകുന്നത്. അങ്ങനെയല്ല, ക്രിയാറ്റിനാണ് കഴിക്കുന്നത്, ക്രിയാറ്റിനാണ് പുറത്ത് പോകുന്നത്. പിന്നെ ഈ ക്രിയാറ്റിൻ്റെ കാര്യം, ഈ ക്രിയാറ്റിൻ നമുക്ക് റെക്കമെൻഡഡ് ഡോസേജ് ഉണ്ട്. ഇപ്പോൾ ഒരു 3 gram to 5 grams ഒക്കെ വരെയൊക്കെ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. സ്റ്റഡീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ സ്റ്റഡീസ് ഇതിന് കൊല്ലം വരും. അപ്പോൾ ഒരു റെക്കമെൻഡഡ് അളവിൽ ഒക്കെ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു എനർജി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ ഈ മസിൽ ബിൽഡിംഗ് ആണ് അതാണ് പറഞ്ഞിട്ട് ഒരു പരിധി കൂടുതൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ദോഷങ്ങൾ കാണിക്കുകയും ചെയ്യും. കാരണം ഈ പ്രൊഡക്റ്റിനെല്ലാം അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് പുറത്ത് വേറെ വരുന്നുണ്ട്. ഓവർലോഡാക്കി കഴിഞ്ഞാൽ അത് കിഡ്നീനെ ബുദ്ധിമുട്ടാക്കും. റെക്കമെൻഡഡ് അളവുകളിൽ മാത്രം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പ്യുവറായ സാധനങ്ങൾ, നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ, ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ല, അഡിറ്റീവ്സ് ഒന്നുമില്ല, പ്രശ്നമുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എല്ലാ സാധനവും ഒരു പരിധി കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ മറ്റുള്ള പ്രീ വർക്കൗട്ട്, പോസ്റ്റ് വർക്കൗട്ട്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടിച്ചാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അമിനോ ആസിഡ്സ് ആണെങ്കിലും ബ്രാഞ്ചഡ് ചെയിൻ അമിനോ ആസിഡ് BCAA എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. പിന്നെ ഗ്ലൂട്ടാമിൻ, റിക്കവറിക്ക് ഗ്ലൂട്ടാമിൻ എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ പഴയ ഒരു ട്രെൻഡൊക്കെ പോയി. പഴയ ഒരു ട്രെൻഡിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം ഈ സീ കോഡ് ലിവർ ഓയിൽ, omega-3 ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡ് ഔട്ടാണ്. പക്ഷേ ട്രെൻഡ് ഔട്ട് ആയിക്കോട്ടെ, സാധനം നല്ലതാണ്, സാധനം നല്ലതല്ല. ഇപ്പം കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് മൈക്രോ ആയി നോക്കിയിട്ടാണ് ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഏത് സാധനം ഉപയോഗിക്കുകയാണെങ്കിലും നല്ല സാധനങ്ങൾ ഉപയോഗിക്കുക, ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കുക, ക്രെഡിബിലിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ ലിമിറ്റിൽ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഓവർ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്താൽ എന്തായാലും അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകൾ കാണിക്കാതിരിക്കില്ല. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ചിലവഴിച്ച ഡോക്ടറിന് ഒത്തിരി നന്ദി. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നോടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. അതായത് ഇത്രയും നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ലപോലെ ഉറക്കം, നന്നായിട്ട് ഉറങ്ങുക, നല്ലപോലെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുക, നല്ല ഫുഡ് കഴിക്കുക, ഒത്തിരി ജങ്ക് ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് തന്നെ ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതാണ് ഏർലി ഡയഗ്നോസിസ് ഇസ് എ ബെസ്റ്റ് ക്യൂർ.